നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുന്നതിന് വേണ്ടി എന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ മറ്റ് എന്തിനേക്കാളും ഏറ്റവും പ്രാമുഖ്യം നൽകേണ്ടത് ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുന്നതിലും അതോടൊപ്പം തന്നെ അവന്റെ നിരോധനങ്ങൾ വർദ്ധിക്കുന്നതിലുമായിരിക്കണം. സഹോദരങ്ങൾ, നാം ഏവരും സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്നേഹരാഹിത്യം പലപ്പോഴും മാനസികവും ശാരീരികവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാണ്. ലോകത്ത് മതങ്ങളെ കുറിച്ച് പറയാറുള്ളത് മതങ്ങൾക്ക് തന്നെ ആത്യന്തികമായി സ്നേഹമാണ് പഠിപ്പിക്കുന്നത് എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം അവന്റെ മതപരമായ ഒരു ബാധ്യതയാണ്. നമ്മുടെയൊക്കെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗപ്രവേശനമാണല്ലോ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിൻ. നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകുകയുമില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും ബൈനക്കും അഫ്ശുസ്സലാം. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരട്ടെ. ആ കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉടലെടുക്കുന്നതാണ്. നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. സലാം പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ ലളിതമായ നിസ്സാരമായ ഒരു കാര്യമായി തോന്നിയേക്കാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളോട് വെറുപ്പുള്ള, നമ്മോട് ദേഷ്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ അകലം പാലിക്കുന്ന ഒരു വ്യക്തിയോട് സലാം പറയുക അല്പം പ്രയാസകരമാണ്. പക്ഷെ ആ പ്രയാസത്തോടെ നാം അദ്ദേഹത്തോട് സലാം പറയുമ്പോൾ അവിടെ സ്വാഭാവികമായും നമുക്കിടയിലുള്ള ശത്രുത ഇല്ലാതായി തീരുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യും. ഈ സ്നേഹം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ സ്നേഹം ഉടലെടുക്കേണ്ടത് നമ്മുടെ വീടകങ്ങളിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ സവിശേഷത അങ്ങേയറ്റം സ്നേഹമുള്ളവൻ എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കുന്ന പദങ്ങൾ റഹ്മാൻ റഹീം എന്നാണ്. ദിവ്യകാരുണ്യത്തിന്റെ വിവിധ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രേഷ്ഠമായ രണ്ട് പദങ്ങളാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ 114 തവണ ആവർത്തിച്ചു വരുന്ന സൂക്തമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശ്വാസികളായ നാം ഏവരും ഏത് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിൽ, റഹ്മാൻ റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിലാണ് ആരംഭിക്കുന്നത്. റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ സൂചിപ്പിക്കാനുള്ള രണ്ട് പദങ്ങളാണ്. സ്നേഹം എന്ന പദവുമായി ബന്ധപ്പെടുത്തി തന്നെ വിശുദ്ധ ഖുർആൻ ഈ പദങ്ങളെ ചേർത്ത് പറയുന്നത്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് പറയുന്നതായി ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുക. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. തീർച്ചയായും എന്റെ രക്ഷിതാവ് സ്നേഹമുള്ളവനും അതുപോലെ തന്നെ കരുണയുള്ളവനുമാണ്. നമുക്കൊക്കെ സുപരിചിതമായ വളരെ ചെറിയ ഒരു സൂക്തമുണ്ട്, അള്ളാഹു അങ്ങേയറ്റം ഗഫൂറുൻ വദൂദ്, അവൻ പൊറുക്കുന്നവനും അതുപോലെ തന്നെ സ്നേഹമുള്ളവനും. ഈ സ്നേഹം അള്ളാഹുവിന്റെ ദാസന്മാരായ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ ഈ സ്നേഹം ഉടലെടുക്കേണ്ടത് അതിന്റെ പ്രഭവ കേന്ദ്രം നമ്മുടെ വീടകങ്ങളിലായിരിക്കണം. വീടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണല്ലോ അത്. അവിടെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവർക്കിടയിൽ, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ വിവിധങ്ങളായ ആശയങ്ങളുള്ള, അഭീഷ്ടങ്ങളുള്ള, താല്പര്യങ്ങളുള്ള, അഭിരുചികളിലുള്ള ആളുകൾ തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അവർക്കിടയിൽ അവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടകങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ സ്നേഹത്തോടെ, സൗഹൃദത്തോടെ കഴിയുമ്പോൾ സ്വാഭാവികമായും മക്കളും ആ രീതിയിൽ തന്നെ അവിടെ വളർന്നു വരുന്നതാണ്.
സഹോദരങ്ങൾ, നമ്മുടെ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ അർഹമാകേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏത് നിലക്കുള്ള ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ഉന്നതിക്കും കാരണക്കാർ മാതാപിതാക്കളാണ്. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ കാര്യം നമ്മെ ഉണർത്തുന്നുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ അല്ലാതെ മറ്റ് ആരെയും ആരാധിക്കരുത് എന്നും അതുപോലെ തന്നെ മാതാപിതാക്കളോട് നന്മകളിൽ വർത്തിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് വിധിച്ചിരിക്കുന്നു. പ്രായമായ മാതാവ് അല്ലെങ്കിൽ പിതാവ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ അവരോട് ഏത് നിലയിൽ നിങ്ങൾ വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നു. ഇന്നാ യബ്ലുഗന്ന അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളും തന്നെ പ്രായമായി നിന്റെ അടുക്കൽ ഉണ്ടായാൽ ഛേ എന്നൊരു വാക്ക് പോലും അവരോട് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഈർഷ്യത ഉണ്ടാക്കുന്ന, അവരെ അകറ്റുന്ന വാക്കുകളെ പ്രയോഗിക്കരുത്. ഏറ്റവും മാന്യമായ ഏറ്റവും നല്ല വാക്കുകളായിരിക്കണം നിങ്ങൾ അവരോട് പറയേണ്ടത്. മാത്രമല്ല സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. എന്താണ് ആ പ്രാർത്ഥന? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്റെ രക്ഷിതാവേ, ഞങ്ങളെ ചെറുപ്പത്തിൽ ഇവർ എങ്ങനെയാണോ പോറ്റി വളർത്തിയത്, ഏത് രീതിയിലാണോ അവർ ഞങ്ങളോട് കരുണ കാണിച്ചത്, അതേ രീതിയിൽ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വിശ്വാസികൾ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ചുള്ള ചിന്തകൾ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഖുർആൻ പറയുകയുണ്ടായി, ഒരു വ്യക്തിക്ക് ആയുസ് കൂടുതൽ നൽകിയാൽ സൃഷ്ടിപ്പിന്റെ തുടക്കം എങ്ങനെയായിരുന്നു അതേ രീതിയിലേക്ക് അവനെ പരിവർത്തിപ്പിക്കും. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ, വല്യപ്പ വല്യമ്മ തുടങ്ങിയവരൊക്കെ നമുക്കുണ്ട് എങ്കിൽ സ്വാഭാവികമായും അവരുടെ പല പ്രകൃതങ്ങളും കുട്ടികളുടെ പ്രകൃതം തന്നെയായിരിക്കും. ചെറിയ ഒരു കുട്ടി, 2 വയസ്സായ ഒരു കുട്ടി പലപ്പോഴും ഒരു കാര്യം നമ്മോട് ചോദിക്കുമ്പോൾ അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ വളരെ ക്ഷമയോടുകൂടിയാണ് ആ സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പ്രായമായ മാതാവ് അല്ലെങ്കിൽ പിതാവ് ഒരു കാര്യം ചോദിച്ച് രണ്ടാമതൊന്ന് ആവർത്തിച്ചാൽ പലപ്പോഴും നമുക്ക് അത് അരോചകമായി തോന്നുന്നു. സഹോദരങ്ങളെ, ഇവിടെ നാം ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പ്രകൃതമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവർക്ക് ആ കുട്ടികളോട് നാം എങ്ങനെ വർത്തിക്കുന്നു അതേ രീതിയിൽ സ്നേഹത്തോടെ അവരെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാതാവും പിതാവും വാർദ്ധക്യ സഹജമായി നിങ്ങളുടെ അടുക്കൽ ഉണ്ടായിരിക്കെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ഏറ്റവും വലിയ ഹതഭാഗ്യൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ സ്നേഹം ലഭിക്കേണ്ട വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചോദ്യചിഹ്നമായി, അല്ലെങ്കിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട, കൗമാരപ്രായക്കാരുമായി ബന്ധപ്പെട്ട, യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ 2025 ജനുവരി 1 മുതൽ ഇന്ന് മാർച്ച് 31 വരെയുള്ള ദിവസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ യുവാക്കളെ കുറിച്ച് നമ്മെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇവിടെ പലപ്പോഴും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നു. അവരുടെ ചെയ്തികളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ആശങ്കയാണ്. ഏതുവരെ നമസ്കാരത്തിന് പള്ളിയിൽ വരുന്ന കുട്ടികൾ വരെ വീട്ടിൽ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാനും അത് ശ്രദ്ധിക്കുവാനും വരെ നമ്മുടെ വാട്സപ്പുകളിൽ നാം മെസ്സേജുകൾ കാണുകയുണ്ടായി. പലപ്പോഴും അവരെ കുറ്റപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി നാം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു പിതാവ് തന്റെ മകനെ കുറിച്ചുള്ള പരാതിയുമായി വരികയുണ്ടായി. ആ സന്ദർഭത്തിൽ ആ മകൻ വിളിച്ചു വരുത്തപ്പെട്ടു. അദ്ദേഹം ആ മകനോടായി പിതാവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചപ്പോൾ മകൻ തിരിച്ചു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മകനോട് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകളുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. എങ്കിൽ എന്തൊക്കെയാണ് ആ ബാധ്യതകൾ? അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ആ മകന് വേണ്ടി ഏറ്റവും നല്ല ഒരു മാതാവിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ നല്ല മാന്യമായ രീതിയിലുള്ള ഒരു പേര് ആ കുട്ടിക്ക് ഇടേണ്ടതുണ്ട്. സകലവിധത്തിലുള്ള അടവുകൾ, മര്യാദകൾ ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ ആ മകൻ പറഞ്ഞു, എങ്കിൽ എന്റെ പിതാവ് ഈ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ നിർവഹിച്ചിട്ടില്ല.
അദ്ദേഹം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് തീർത്തും അധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെയാണ്. അപ്രകാരം തന്നെ എനിക്ക് പേരിട്ടത് ജുഅൽ. ജുഅൽ എന്ന് പറഞ്ഞാൽ കരിവണ്ടി എന്നാണ്. ആ ആശയം വരുന്ന ഒരു പേരാണ് അദ്ദേഹം എനിക്ക് ഇട്ടിരിക്കുന്നത്. എന്റെ കുട്ടിക്കാലത്ത് സംസ്കാര മര്യാദകൾ ഒന്നും തന്നെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ വാദിയായി വന്ന ആ പിതാവ് പ്രതിയായി മാറുകയുണ്ടായി. നമ്മൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും നമ്മുടെ സാഹചര്യം ഇതുപോലെ തന്നെയാണ്. കുട്ടികളോട് ഏത് രീതിയിൽ വർത്തിക്കാനെന്നും അതുപോലെ തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ച് നാം നൽകേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ അത് നാം നൽകാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഉപദേശം എന്ന് പറഞ്ഞാൽ വാക്കാലുള്ള ഉപദേശമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് മാതൃകയാകത്തക്ക രീതിയിൽ നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ വീടുകൾ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ വളരെ മനോഹരമായ സ്വർണം പൂശിയ ശവകുടീരങ്ങളെ പോലെയാണ്. അത് കാഴ്ചയിൽ വളരെ മനോഹരവും അതുപോലെ തന്നെ ഹൃദ്യവുമാണ്. പക്ഷേ അതിനകത്ത് പുഴുവരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടകങ്ങൾ കാഴ്ചക്ക് വളരെ മനോഹരമാണ്, ആളുകളെ കണ്ണഞ്ചപ്പിക്കുന്ന വലിയ രമ്യഹർമ്മങ്ങളാണ്. പക്ഷേ അതിനകത്ത് പലപ്പോഴും നടക്കേണ്ട വളരെ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റങ്ങൾ, നല്ല രീതിയിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ വളരെ കൃത്യമായി ഇസ്ലാമികമായ മര്യാദകൾ അനുസരിച്ച് മാതാപിതാക്കൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ അവിടെ വളർന്നു വരുന്ന മക്കളും ആ രീതിയിൽ തന്നെ ആയിത്തീരുന്നതാണ്. പലപ്പോഴും അതിന് തടസ്സം നിൽക്കുന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൊബൈലുകളാണ്. പലപ്പോഴും നമ്മൾ ദൂരെയുള്ള ആളുകളോട്, നമ്മുടെ വീടുകളിൽ ഇല്ലാത്ത ആളുകളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ സ്വന്തം കുട്ടികളോട് സംസാരിക്കുവാൻ, അവർക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കുവാൻ, സ്വന്തം ഇണയോട് അല്പനേരം മിണ്ടിപ്പറഞ്ഞിരിക്കുവാൻ പലപ്പോഴും നമുക്ക് സമയം ലഭിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ നമ്മൾ മാറേണ്ടതുണ്ട്. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാകണം എന്ന് നാം ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് ആ രീതിയിൽ നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. വായനയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച് നാം പറയുന്നു പലപ്പോഴും. എന്നാൽ സ്വന്തം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരു പുസ്തകം മറിച്ചു നോക്കി വായിക്കുന്ന ഒരു ശീലം പലപ്പോഴും രക്ഷിതാക്കൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിന്റെ ഏത് മേഖലയിലായാലും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ മാറണമെങ്കിൽ ആ രീതിയിൽ നാം ആദ്യം മാറേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചുള്ള ചാറ്റിങ്ങിൽ നിന്ന് നാം മിണ്ടിപ്പറഞ്ഞിരിക്കുവാൻ, വായ കൊണ്ട് സംസാരിക്കുവാൻ നമ്മുടെ മക്കളോടൊപ്പം നാം ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ റിയൽ ലൈഫിലാണ്, അതിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് വരുവാനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് പരമാവധി മിങ്കിൾ ചെയ്യുവാനും അവരോട് സംസാരിക്കുവാനും നാം ഇടം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും അവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വരും എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ലഹരി വളരെ വലിയ വ്യാപകമായി കൊണ്ടിരിക്കുന്ന, കേരളത്തിൽ മൊത്തത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മയൊക്കെ ആശങ്ക ആകുലരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ രക്ഷിതാക്കൾ ഈ മക്കൾക്ക് മാതൃകയാകുന്ന രീതിയിൽ അത്തരത്തിലുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഒരു പിതാവിനുണ്ടെങ്കിൽ അത് ഒരു പുകവലിയാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ മക്കൾ വിവാഹം കഴിച്ച വീടുകളിലൂടെ അങ്ങനെ ആ ബന്ധങ്ങൾ വളരെ വിശാലമാണ്. ഒരു വലിയ വൃക്ഷം പോലെ അതിന്റെ ശിഖരങ്ങൾ പടർന്നു പന്തലിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ കുടുംബ ബന്ധങ്ങൾ അത് വളർന്നുകൊണ്ടേയിരിക്കും. ആ കുടുംബ ബന്ധങ്ങൾ വളരെ ഭംഗിയായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹ്മി, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ഇല്ല. നമ്മൾ ആലോചിച്ചു, അഭിശപ്തരായ ബനു ഇസ്രായേലിയരുടെ നാശത്തിന് കാരണമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ ബന്ധങ്ങൾ വിച്ഛേദിച്ചു എന്നുള്ളതാണ്. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഖുർആൻ പറയുകയുണ്ടായി, അവർ അല്ലാഹുവുമായുള്ള കരാർ ലംഘിക്കുകയും അല്ലാഹു പരസ്പരം കൂട്ടിച്ചേർക്കുവാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു. അങ്ങനെ അവർ നഷ്ടക്കാരിൽ പെട്ടുപോയി. നമ്മൾ ആ നഷ്ടക്കാരാണോ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ വന്നു അവിടെയുള്ള ആളുകളെ നോക്കി പൊട്ടിക്കരയുകയുണ്ടായി. സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മെ പോലെ വലിയ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, എന്താണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഈ സദസ്സിൽ അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ആളുകളുണ്ട്, അവരെ കണ്ടുകൊണ്ടാണ് എന്റെ വേദന, എന്റെ ദുഃഖം. ആളുകൾ ചോദിച്ചു, ആരാണവർ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ചേർക്കുവാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകളാണവർ. നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ച്
അത്തരത്തിലുള്ള ഒരാൾ നമ്മുടെ ഈ സദസ്സിലുണ്ടെങ്കിൽ ആ വ്യക്തി ഈ സദസ്സിന് മുഴുവൻ അള്ളാഹുവിന്റെ കാരുണ്യ വർഷത്തിന് തടസ്സമാണ് എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നാം ചെല്ലുന്ന ഓരോ ഇടങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതിന് നാം തടസ്സമാണ് എങ്കിൽ എത്ര വലിയ ഹതഭാഗ്യരാണ് നമ്മൾ. നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനിലെ നമ്മുടെ അമലുകൾ, നമ്മുടെ കർമ്മങ്ങൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ തീർച്ചയായും നാം ചെയ്യേണ്ടതായിരുന്നു ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. അതിന് നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സുദിനത്തിലെങ്കിലും നമുക്ക് നമ്മളുമായുള്ള ആളുകളുമായുള്ള ബന്ധം ഏറ്റവും മികച്ചാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മനുഷ്യർ തമ്മിൽ സ്വാഭാവികമായും ചില പിണക്കങ്ങൾ, ചില വഴക്കുകൾ ഉണ്ടാകും. അവിടെ മാനുഷികമായ പിഴവാണ് എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് സലാം പറയുവാൻ സാധിക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫഹർ അതിന് നമുക്ക് തടസ്സമായി കൂടാ. ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോട് സലാം പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ഈ സുദിനത്തിന്റെ യഥാർത്ഥ സന്ദേശം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധം കുടുംബങ്ങളിൽ മാത്രം പരിമിതമായാൽ പോരാ, മറിച്ച് സമൂഹത്തിലെ നമ്മുടെ സമസൃഷ്ടികളായ നമ്മുടെ അയൽപക്കത്തുള്ള ആളുകൾ, നമ്മുടെ സൗഹൃദ വലയങ്ങൾ, അവരുമായൊക്കെ നല്ല ബന്ധം പുലർത്തുവാൻ ഈ സുദിനത്തെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്ത് ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവരെ സന്ദർശിക്കാതെ, അവരോട് നല്ല വാക്കുകൾ പറയാതെയുള്ള ഒരു പെരുന്നാൾ ആഘോഷം നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ സഹോദരങ്ങൾ. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്ന, ഓരോ ദിവസവും നാം കേട്ട് തഴമ്പിച്ച, നമുക്കത് വലിയ പ്രാധാന്യമല്ല എന്ന് തോന്നുന്ന രീതിയിൽ ആയിത്തീർന്ന ഫലസ്തീൻ നമ്മൾ ആലോചിച്ചു നോക്കൂ. അവിടെ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും വീണ്ടും കുരുന്നുകളെ, അതുപോലെ തന്നെ നിരപരാധിയായ സ്ത്രീകളെ കൊന്നെടുക്കുന്ന പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ആയുധം മാത്രമാണ് നമ്മുടെ പക്കലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ ത്യജിച്ചുകൊണ്ടും ഈ റമളാൻ മാസ കാലഘട്ടത്തിൽ അവരുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ അവരുടെ നമസ്കാരങ്ങൾ, ഇന്നലെ നടന്ന ഈദ് ഹാളുകളൊക്കെ നാം ചിത്രങ്ങളിലൂടെ കാണുകയുണ്ടായി. എത്ര മനോധൈര്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പീഡനങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും സഹിച്ചാലും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് ഇന്ന് കഴിയുന്നുണ്ട്. ആ കരുത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരുടെ മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാകുവാൻ, അതുപോലെ തന്നെ അവരുടെ മരണപ്പെടുന്ന ആളുകൾ രക്തസാക്ഷികളായി തീരുവാൻ, രക്തസാക്ഷികളായി പരിഗണിക്കപ്പെടുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു നമസ്കാര വേളയും നമുക്കുണ്ടായിക്കൂടാ. അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഓരോ വേളയിലും ആ പാവങ്ങൾക്ക് വേണ്ടി, ആ പീഡിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം മാറേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള സന്തോഷപ്രദമായ, വളരെ ആഹ്ലാദപരമായ, പരസ്പരം ബന്ധങ്ങൾ കൂട്ടിയുണക്കുന്ന, സൗഹൃദങ്ങൾ അധികം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ പെരുന്നാളിലൂടെ നാം ഏവരും ആർജിച്ചെടുക്കുക. അങ്ങനെ സമൂഹത്തെ നല്ല സുഭദ്രമായ, നമ്മുടെ ബന്ധം എന്ന് പറയുമ്പോൾ അത് വിശ്വാസി അവിശ്വാസി എന്നല്ല, മറിച്ച് എല്ലാ മനുഷ്യരോടും ഒരേ രീതിയിൽ വർത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകളെ പല നിലക്കാണ് മറ്റു ആളുകൾ പരിഗണിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ്, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ ഈ അടുത്ത കാലഘട്ടത്തിൽ അവരുടെ നിറത്തിന്റെ പേരിൽ വിവേചനം അനുഭവിച്ചു എന്ന് പറയുകയുണ്ടായി, തുറന്നു പറയുകയുണ്ടായി. എന്തൊരു ദുര്യോഗമാണിത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അത്ഖ എന്ന പദപ്രയോഗം 2 തവണയാണ് നടത്തിയത്. അതിൽ ഒന്ന് ഈ മനുഷ്യരുമായുള്ള ബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. പരസ്പരം തിരിച്ചറിയുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അഡ്രസ് ഉണ്ടാകുന്നതിനും വേണ്ടി നിങ്ങളെ ഗോത്രങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും മാന്യൻ, ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അത് ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുകയുണ്ടായി. ഇന്ന് പലപ്പോഴും പല നിലക്കുള്ള പരിഗണനകളാണ് മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജാതിയുടെ പേരിലാവാം, വർണ്ണത്തിന്റെയും അതുപോലെ തന്നെ സമൂഹത്തിൽ മനുഷ്യരുടെ സ്റ്റാറ്റസിന്റെ, ജോലിയുടെ, അതിലൊക്കെ പരിഗണനയിലാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പരിഗണനയും മനുഷ്യർക്കിടയിൽ ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ ഇല്ലാ ബിത്തഖ്വ. സൂക്ഷ്മത ഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അറബിക്ക് അനറബിയേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് എല്ലാവരെയും പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും
വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു മനുഷ്യനും അകറ്റപ്പെട്ടുകൂടാ എന്ന് നാം തിരിച്ചറിയേണ്ടത്. അങ്ങനെയുള്ള ഒരു ഭക്തിസാന്ദ്രമായ ഒരു സുദിനമാക്കി തീർക്കുവാൻ നാം ഈ ദിവസത്തെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും കഴിഞ്ഞ ഒരു മാസക്കാലം നാം അനുഷ്ഠിച്ച, നാം പരിശീലിച്ച ശ്രേഷ്ഠകരമായ ഗുണങ്ങൾ ഇന്നത്തോടുകൂടി അവസാനിക്കുന്ന ഒരു പ്രതീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഒരു സ്ത്രീയെ കുറിച്ചുള്ള ഉപമ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. വലാ തകൂനു കല്ലതി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രീതിയിൽ ഒരു കയറ് മെടഞ്ഞുണ്ടാക്കിയ ഒരു സ്ത്രീ, അത് വളരെ ബലവത്തായതിനു ശേഷം അതിന്റെ ഇഴകൾ ഓരോന്നും അഴിച്ച് അത് പഴയ രീതിയിലേക്ക് ആക്കുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ഒരിക്കലും ആയിക്കൂടാ. നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ വലിയ അച്ചടക്കമാണ് നാം പരിശീലിച്ചത്. ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ പരമാവധി കുറച്ചുകൊണ്ട് ശാരീരികമായ ഒരുപാട് രോഗങ്ങളെ അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാവ് അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ തുടർന്നുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ദിവസത്തോടുകൂടി അതൊന്നും അവസാനിച്ചുകൂടാ. ഈ ദിനത്തെ നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ അള്ളാഹുവിന് തൃപ്തികരമാക്കുന്ന രീതിയിൽ ഭക്തിസാന്ദ്രമാക്കുവാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, വലില്ലാഹിൽ ഹംദ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം ഈ ദിനം പ്രത്യേകമായി തിരഞ്ഞെടുക്കുക. അല്ലാഹു ഭൂമിയിൽ വിവിധ പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിവിധങ്ങളായ പ്രയാസങ്ങൾ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നല്ലതായ ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾ നാം ആശിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാകുന്ന, നന്മകൾ കൊണ്ട് ജീവിതം മുഖരിതമാക്കുന്ന രീതിയിൽ അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.